ഒരു ഫീമെയിൽ എന്താണ്, നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഫിസിക്കൽ അപ്പിയറൻസ് ശരിയാവാനായിട്ട് ഒരുപാട് കാര്യങ്ങളും സർജറി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മാത്രമാണ് നമ്മളെന്ന് വിചാരിക്കുന്നിടത്താണ് ബുദ്ധിമുട്ട് വരുന്നത്. ജീവിതം ശരിയല്ല, നമുക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന കുറേ മനുഷ്യരെ നമുക്ക് കാണാം. ശരീരത്തിലെ പ്രത്യേകതകൾ തിരിച്ചറിയുക, അത് അപ്പോൾ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നും നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കുക. ഹായ്, ഞാൻ ഡോക്ടർ ട്രേസി മുഹമ്മദായി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ മാനേജ്മെൻറ്റ് ഫോർ ഫീമെയിൽസ് എന്നുള്ളതാണ്. എങ്ങനെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ സാധിക്കും ഫീമെയിൽസിന്. പല വിക്ടിം തെറാപ്പി ചെയ്യുമ്പോഴും പല ഇഷ്യൂസും ഹാൻഡിൽ ചെയ്യുമ്പോഴും അത് പെട്ടെന്ന് ഇമോഷണലായി പോകുന്നു, പെട്ടെന്ന് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല, പൊട്ടിത്തെറിച്ച് പോകുന്നു, എന്തെങ്കിലുമെല്ലാമൊക്കെ പറഞ്ഞു പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ഞാൻ എന്തെല്ലാം പറഞ്ഞു, എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഫീമെയിൽ എന്ന് ഫീമെയിൽസ് തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ഫീമെയിൽ എന്താണ്, നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. നമ്മളെന്താണ്, വെറും ഒരു ശരീരമാണോ? ഇപ്പോൾ നമ്മൾ ഒരു ആഡ് പരസ്യങ്ങളിൽ അല്ലെങ്കിൽ കൊമേഴ്സ് ഇതിനകത്തൊക്കെ കാണുമ്പോൾ ഒരു ശരീരം മോറോർലെസ് എ ബോഡി ആയിട്ടാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ ആ ഒരു രീതിയിലാണ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് വിചാരിക്കുന്നത് ഒരു ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ടുള്ള ഒരു ഇതിൽ കോമഡി ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, വിത്ത് ആംപിൾ മോർ ദാൻ ഇനഫ് ബസ്റ്റ് ആൻഡ് ബട്ട് വിത്ത് എ ഗുഡ് ലുക്കിംഗ് ഫേസ്. ഇതാണൊരു ഫീമെയിൽ. അങ്ങനെ ആയാലും ഒരു ഫീമെയിൽ ഓക്കെയാണ്. അങ്ങനെ ഒരു ഫീമെയിൽ അങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസെപ്റ്റൊക്കെ നമുക്ക് വ്യാപകമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതൊരു റിയാലിറ്റി, അതൊരു മിത്താണ്, അതൊരു റിയാലിറ്റി അല്ല. ഇൻ റിയാലിറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു യുണീക്ക്നെസ് ആണ്. എല്ലാ വ്യക്തികളും, ഒരു വ്യക്തി വേറൊരു വ്യക്തിയിൽ നിന്നും എല്ലാ തരത്തിലും വ്യത്യസ്തരാണ്. ഐഡൻറ്റിക്കൽ ട്വിൻസിന് പോലും നമുക്ക് എവിടെയെങ്കിലും ഒരു മാർക്കോ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കാണാൻ സാധിക്കും. ഒരു വ്യക്തി വേറൊരു വ്യക്തിയിൽ നിന്നും എല്ലാ തരത്തിലും വ്യത്യസ്തരാണ്. നമ്മൾ ഇങ്ങനെ ഇരുന്നാലേ ഞാൻ നല്ലതുള്ളൂ എന്നിട്ട് അതിൽ ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് നിങ്ങൾക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫിസിക്കൽ അപ്പിയറൻസ് ശരിയാവാനായിട്ട് ഒരുപാട് കാര്യങ്ങളും സർജറി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് മാത്രമാണ് നമ്മളെന്ന് വിചാരിക്കുന്നിടത്താണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത്. അപ്പോൾ സൗന്ദര്യം, എക്സ്റ്റേണൽ ബ്യൂട്ടി അല്ലെങ്കിൽ യൂത്ത്ഫുൾനെസ് മാത്രം നമ്മൾ നോക്കി പോകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിലേക്ക് സ്റ്റോറി നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞ് ഫീമെയിൽസ് എല്ലാം ഭയങ്കര ഡിപ്രസ്ഡാണ്. അവർ ഡിപ്രഷന് മരുന്ന് കഴിക്കുക എന്ന് പറയുന്ന കാര്യം അവർ വിചാരിക്കുന്നത് ഫിസിക്കൽ അപ്പിയറൻസ്, ഫിസിക്കലി അവർ യങ് അല്ല, അട്രാക്റ്റീവ് അല്ല എന്ന് അവർ വിചാരിക്കുന്ന ഒരു പോയിന്റിൽ വരുമ്പോൾ അവർക്ക് ഡിപ്രഷൻ ആവുകയാണ്. കാര്യം അത് മാത്രമാണ് അവരുടെ അസറ്റ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് യുവർ പേഴ്സണാലിറ്റി ആണ്. ഒരു പാർട്ട്, നിങ്ങൾക്ക് ഒരുപാട് പാർട്സ് ഉണ്ട്, കൗണ്ട്ലെസ് പാർട്സ് ഉണ്ട്, എന്തെല്ലാം കഴിവുകളുണ്ട്, സാധ്യതകളുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഈ ശാരീരികമായ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് മാത്രമാണ് ഒരു ഫീമെയിൽ ഈ രീതിയിലെല്ലാം ഇരുന്നാൽ, അല്ലെങ്കിൽ സുന്ദരിയായിട്ടിരുന്നാൽ ഇതുപോലെ അളവുകളെല്ലാം വാരണി അളവ് തരുന്നത് ഏതോ ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ടിപ്പിക്കൽ വെർട്ടിബ്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെർട്ടിബ്രേനെ പഠിക്കും. പക്ഷെ അത് ആ വെർട്ടിബ്രയുടെ ഷേപ്പല്ല സാധാരണ എല്ലാ വെർട്ടിബ്രയും. പൊതുവെ ഒരു മീൻ എടുത്ത് ആവറേജ് എടുത്തിട്ട് ഇതൊരു വെർട്ടിബ്ര ഒരു കറക്റ്റായിട്ടിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നില്ലേ ഇപ്പോൾ അനാട്ടമിയിലൊക്കെ ഇങ്ങനെ ഈ മെഡിക്കൽ ഇതിനകത്ത് ഇങ്ങനെ ഒരാൾ കൈവിരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാവും, ഒരു മെയിലും ഫീമെയിലൊക്കെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ബോഡി എക്സിബിറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതാണൊരു മെയിൽ, അതാണൊരു ഫീമെയിൽ, അത് ടിപ്പിക്കലായിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളെല്ലാവരും ഇരിക്കണം. അങ്ങനെ ഇരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ശരിയല്ല, നമുക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന കുറേ മനുഷ്യരെ നമുക്ക് കാണാം. എന്നിട്ട് അതിനനുസരിച്ച് സന്തോഷവും സമാധാനവും അതിനെ ബേസ് ചെയ്ത് തിങ്ക് ചെയ്യുന്നത് വളരെയധികം ഫൂളിഷ്നെസ്സാണ്. ഒരുപാട് കഴിവുകളും സാധ്യതകളും നമുക്കുള്ളതാണ്, അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. പിന്നെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുക, നമ്മുടെ ശരീരം എന്താണെന്ന് തിരിച്ചറിയുക.
ശരീരത്തിലെ പ്രത്യേകതകൾ തിരിച്ചറിയുക, ശരീരത്തിൻ്റെ നൈസർഗികമായ പ്രവണതകളെ എന്താണെന്നും അത് അപ്പോൾ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നും നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം പീരീഡ്സിൻ്റെയൊക്കെ കാര്യം ഒരുപാട് പേർക്ക് പ്രശ്നമുള്ളതാണ്. കുറേ പെയിൻഫുള്ളായിട്ട് വരുന്നു, അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്ന പീരീഡ്സിന് മുമ്പ് വരുന്ന അസ്വസ്ഥതകൾ, മാനസികമായ അസ്വസ്ഥതകൾ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, അത് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ വേണ്ട രീതിയിൽ വഴക്കുകൾ ഉണ്ടാകുന്നു, ആൾക്കാരോട് മോശമായിട്ട് പെരുമാറുന്നു, തട്ടിക്കയറുന്നു, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡിപ്രഷൻ ആകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനെല്ലാം ശരിക്കും നല്ല രീതിയിൽ സൊല്യൂഷൻ, നല്ലൊരു ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാലോ. പ്രോപ്പർ എക്സസൈസ്, ഡയറ്റ്, അല്ലെങ്കിൽ നമ്മൾ മെൻ്റൽ ഹെൽത്ത്, നമ്മൾ റിലാക്സേഷൻ, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ആണെന്ന് തിരിച്ചറിയുക. നമ്മുടെ സ്വാതന്ത്ര്യം, ഫ്രീഡം മീൻസ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഉള്ള സ്ത്രീകൾ ജോലിയുണ്ട്, അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ തന്നെ ആ ഒരു കിട്ടുന്ന അത് എങ്ങനെ ഫിനാൻസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീഡം അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കണം. അതറിയാണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലും അബദ്ധത്തിലേക്കൊക്കെ എടുത്ത് ചാടുന്നു. എന്തെങ്കിലും ഇപ്പോൾ സംസാരിക്കുന്നത്, ഈ സംസാരത്തിലാണ് പലരും ഇമോഷണലാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു ജോക്കായിട്ട് പറഞ്ഞതാണ്, ഈ ഉമ്മറുണ്ടല്ലോ, ഞാനൊരു വികാര ജീവിയാണ്, നമ്മുടെ സിനിമാ നടൻ, അന്തരിച്ച സിനിമാ നടൻ എന്ന് പറയുന്ന ശോഭയെ ഞാനൊരു വികാര ജീവിയാണെന്ന് പറയില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിനോട് പറഞ്ഞു, ഉമ്മറിൻ്റെ സഹോദരിയാകാൻ ശ്രമിക്കാതെ കുറച്ചും കൂടെ ഒരു ഇമോഷൻസൊക്കെ ഹോൾഡ് ചെയ്ത് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നാണ് പറയുന്നത്. ഇത് എന്ത് കാര്യവും നമുക്ക് പൗലോ കൊയ്ലോയുടെ വാക്കുകളില്ലേ, എന്ത് കാര്യവും നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതി പോലും നമുക്ക് അതിനുള്ള വഴിയൊരുക്കുമെന്ന് പറഞ്ഞ പോലെ, നിങ്ങൾക്ക് ഇമോഷൻ മാനേജ് ചെയ്യാൻ പഠിക്കണോ, അതിനുള്ള വഴി നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് കണ്ടെത്തുക, അത് നടപ്പാക്കുക. നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടു കൂടി, ഫ്രീഡത്തോടു കൂടി, നല്ല ലിബറേറ്റഡ് ആയിട്ട് ജീവിക്കാനുള്ള, ബ്യൂട്ടിഫുള്ളായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അത് നന്നായിട്ട് ഉപയോഗിക്കുക. ഹാപ്പി ലൈഫ്.